ശ്രുതിയിൽ ചേരും ഇവരുടെ മോഹസല്ലാപം തെന്നലിൻ തഴുകലെന്നോർത്തു പോയി ഞാൻ മനസ്സിൻ്റെ കോണിൽ തുളുമ്പിയല്ലോ ഈ ആലോല ചുണ്ടിൽ കത്തിയൊരീണത്തിൻ തുള്ളി. ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ നോമ്പിൻ്റെ 10ാമത്തെ ദിവസമാണ് കേട്ടോ. എന്ത് പെട്ടെന്നല്ലേ ദിവസങ്ങളൊക്കെ പോകുന്നത്. നോമ്പ് തുടങ്ങി ഇതാ 10 ദിവസം കഴിഞ്ഞു. ഇനി വെറും 20 ദിവസമായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇന്ന് നമ്മളുടെ ഇഫ്താറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മുന്തിരി നല്ല രീതിക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകിയെടുക്കണം. കാരണം ഇപ്പോഴത്തെ ചൂടത്ത് നമ്മുടെ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഒക്കെ വാടി നശിച്ചു പോകല്ലേ. അപ്പോൾ അതിനനുസരിച്ച് കെമിക്കൽസ് കാര്യങ്ങളൊക്കെ കൂടുതൽ അടിച്ച് വിട്ടിട്ടായിരിക്കുമല്ലേ ഈ കടക്കാർ നമുക്ക് സപ്ലൈ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊരു സാധനം, അത് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ, നമ്മൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി അതിൽ കുറച്ച് നേരം ഒരു 15 മിനിറ്റെങ്കിലും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം വീണ്ടും ഒരു 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ ഞാൻ ചോറ് വാർന്ന് വെക്കുന്നുണ്ട്. നമുക്ക് നാസ്തേനോട് വലിയ താല്പര്യമില്ല. നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ചോറ് തന്നെയാണ് കേട്ടോ നമ്മൾ കഴിക്കാറുള്ളത്. എനിക്കിവിടെ ജ്യൂസ് അടിക്കാൻ ജ്യൂസ് മുന്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളുടെ കയ്യിലുണ്ടായിരുന്നത് ഇപ്പോഴത്തെ കുരുവില്ലാത്ത വലിയ മുന്തിരി ഉണ്ടല്ലോ, നല്ല മധുരമുള്ള മുന്തിരിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജ്യൂസ് മുന്തിരിയും കാട്ടി നല്ലതായിരിക്കും ഇത് വേവിച്ചിട്ട് ജ്യൂസ് അടിച്ചാൽ, കാരണം നല്ല മധുരമുണ്ട്, അപ്പോൾ നല്ല രസമായിരിക്കുമല്ലോ എന്ന് വെച്ചു. അങ്ങനെ ഞാൻ അതിട്ടിട്ട് വേവാനായിട്ട് വെള്ളം കുറച്ച് തോനെ ഒഴിച്ച് വെക്കണം. കാരണം ഇതിങ്ങനെ ഈ വലിയ മുന്തിരി ആയതുകൊണ്ട് തന്നെ വേവാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ട് വെള്ളം പെട്ടെന്ന് വറ്റി പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് കുറച്ചധികം വെള്ളം നമുക്ക് ഒഴിച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ വെക്കാൻ. ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ നമുക്കൊരു ചെറിയൊരു ചിക്കൻ ബിരിയാണിയും കൂടെ ദം ചെയ്തെടുത്താൽ എങ്ങനെ ഉണ്ടാവും, അടിപൊളിയല്ലേ. അപ്പോൾ നമ്മളിരുന്ന ബിരിയാണി റൈസ് എടുത്തു വേവിക്കാനായിട്ട് ഇട്ടു. നമ്മൾ നെയ്ച്ചോറ് വെക്കുമല്ലോ, ആ രീതിയിലാണ് ഞാൻ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ ചിക്കന് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കുന്ന ബിരിയാണിക്ക് ഒരു പ്രത്യേക രുചിയാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ നെയ്ച്ചോറ് പോലെ ആദ്യം ചോറുണ്ടാക്കിയെടുത്തു. അത് കറക്റ്റ് വേവായപ്പോൾ അത് വാർന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മളുടെ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഞാൻ ഇടുന്നത് അധികം അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല. കാരണം നമുക്കെല്ലാവർക്കും ഓരോ രീതി ആയിരിക്കുമല്ലോ ബിരിയാണിയൊക്കെ വെക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളൊക്കെ ബിരിയാണിയിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുമാത്രമല്ല നമ്മൾ ഓരോ ചേർക്കുന്ന ചേരുവകളും നമുക്ക് ഇന്ന അളവൊന്നും ഉണ്ടാവില്ല, നമുക്കൊക്കെ കൈയളവായിരിക്കും അല്ലേ. ഇന്ന ഇതിന് ഇത്ര വേണം എന്നുള്ളൊരിതാണല്ലോ. അപ്പോൾ ഞാനും അതുപോലെയാണ്. ഞാൻ പിന്നെ ഗരം മസാല ബിരിയാണിയിൽ ഞാൻ ചേർക്കൂല, കാരണം കളറും മാറും, മസാലേൻ്റെ രുചിയും ഒരു കുത്തലുണ്ടാവും. അതുകൊണ്ട് ഗരം മസാല ഞാൻ ഒഴിവാക്കും. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഗരം മസാല, കുറച്ച് ബിരിയാണി മസാല, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ മസാലക്കൂട്ടുകൾ. അതൊക്കെ ഇട്ട് നല്ല രീതിയിൽ വറ്റിയിട്ട് തക്കാളി ഇട്ട് വറ്റും. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ചിക്കനും കൂടി ഇട്ട് തന്നെ മസാലേൻ്റെ ടേസ്റ്റ് പൊളിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നെയ്ച്ചോറ് പോലെ ആക്കി വെച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ച് ഞാൻ ദം ചെയ്തു. ഒറ്റ തട്ടേ വെച്ചോളൂ, കാരണം ഞങ്ങൾക്ക് 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 2 ഒരു നേരം 2 നേരം നിന്നാൻ വേണ്ടിയിട്ടുള്ള അത്രയും ചോറ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് വലിയ അലങ്കാരങ്ങളൊന്നുമില്ല. ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് മാത്രം ഇട്ടു. പിന്നെ അതിൻ്റെ മേലിൽ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ കലക്കിയിട്ട് കളറിന് വേണ്ടി അത് ചേർത്തു. പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 10 മിനിറ്റ് ഞാൻ തീ കൂട്ടി വെച്ചേക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് തീ സിമ്മിലേക്ക് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ദമ്മായിക്കോളും. അടി കട്ടിയുള്ള പാത്രവും അടി പിടിക്കാത്ത പാത്രം ആയതുകൊണ്ടാണ് ഞാൻ അടി വേറെ പാത്രങ്ങളൊന്നും വെക്കാണ്ട് സെയിം നമ്മൾ പോട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് കഴിക്കാനുള്ള സമയമായപ്പോഴാണ് കേട്ടോ ഞാൻ ദം അങ്ങനെ ഇങ്ങോട്ട് ഇളക്കുന്നത്. ഈ ദം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ദം അങ്ങനെ ഇളക്കി എടുക്കുന്നത് വരെ ഒരു സമാധാനം ഉണ്ടാവില്ലടാ. ഞാൻ ഉണ്ടല്ലോ എന്താ പറയുക, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എരിവൊക്കെ ഉണ്ടാവും, എരിവൊന്നുമില്ല കേട്ടോ. ഞാൻ മേലെ ലേശം മഞ്ഞൾപ്പൊടീൻ്റെ വെള്ളം കലക്കി വെച്ചില്ലേ, അതിൻ്റെയാണ് ഇച്ചിരി കളർ പൊന്തി നിൽക്കണേ. പക്ഷേ സംഭവം നല്ല രസമായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ബിരിയാണിയും കാട്ടി എന്തൊരു ടേസ്റ്റല്ലേ നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത്. എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഉണ്ടാക്കി വെച്ച നമ്മളുടെ മുന്തിരി ജ്യൂസ്. മുന്തിരി
എന്താ ജ്യൂസ് മുന്തിരി വെച്ചുണ്ടാക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് ആയിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ ഈ മുന്തിരി വെച്ചുണ്ടാക്കിയിട്ട്. ഞാൻ പിന്നെ അതിൻ്റെ മേലെ കുറച്ച് സോഡയൊക്കെ ഒഴിച്ചിട്ടാട്ടോ കുടിക്കുന്നത്. നിങ്ങളങ്ങനെ കുടിക്കണ്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും നോമ്പൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, അടിപൊളിയായിട്ട് പോകുന്നില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ഒരു റമദാൻ സ്പെഷ്യൽ നോമ്പിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഇരുന്നു.